അച്ഛനെ പറ്റിയിട്ട് എന്താ കിച്ചു ഓർക്കാറുള്ളത്? അച്ഛനെ പറ്റി ഞാൻ ഇവിടെ വരുമ്പോ നേരെ ഋതപ്പന്റെ ഒപ്പായിരിക്കും. അതെ അവന്റെ ഒപ്പം തന്നെ. അതെ, അച്ഛനുണ്ടായിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ? ഞാൻ വരുമ്പോ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അങ്ങനല്ല. എനിക്ക് അല്ലെങ്കിലും അവനോട് ഇങ്ങനെ അവനെ കാണുമ്പോ ഞാനും ഹാപ്പിയാ, പിന്നെ അവനും ഹാപ്പിയാ ആണ്. ഫീല് അവനും കൊടുക്കണം എന്നുള്ള ഈ തരത്തില് ഇങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ഒരു, അതായത് അമ്മ മകൻ ബന്ധം, അതിൽ വിള്ളല് സംഭവിച്ചു, സുധിയുടെ മരണത്തോടുകൂടി ഒരു വേർപിരിഞ്ഞു, ആ തരത്തിലൊക്കെ ഭയങ്കര നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നവരോട് കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താന്ന് വെച്ചാ പറഞ്ഞു. എന്താ പറയാനുള്ളത്? അതായത് ഈ തരത്തില് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പറ്റി നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെങ്ങനെ നോക്കി കാണുന്ന? ഞാൻ വേണം അവനോട് പറയാൻ വേണ്ടിട്ട്. പറയുന്ന കാര്യത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പോയിട്ടുണ്ടോ? അത്രേ ഉള്ളു, അത് കേട്ടാ മതി. അച്ഛനെ പോലെ മിമിക്രിയില് എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അതാ ഒരു ടച്ച് വിടാൻ എന്താ കാര്യം? എന്താ കുറച്ചാളൊരു കമ്പ്യൂട്ടർ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുവായിരുന്നു. അതെ, പിന്നെ അത് ഇതിനോട് ഭയങ്കരമായിട്ടൊരു ക്രൈസ് കയറി. അതെ, അങ്ങനെ അറിയായിരിക്കും. ഇനി ഫ്യൂച്ചർ എങ്ങനെ പോണം എന്നാണ്? അതെ, പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ നിക്കണം എന്നാണ് ആഗ്രഹം, അതോ പുറത്തേക്ക് പോകണം എന്നാണ്? ജോലി കിട്ടുന്ന രീതി വെച്ചിട്ട്. അതെ, ഈ ഒരു നാട്ടിൽ തന്നെ നിക്കണം, അമ്മേന്റെയും അനിയന്റെയും കാര്യങ്ങൾ നോക്കി നാട്ടിൽ തന്നെ നിക്കണം എന്ന് അങ്ങനെയുണ്ടോ? അതോ എവിടെയാണേലും നോക്കാലോ, അത്രേ ഉള്ളൂ. അതെ, ഒന്ന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അമ്മേനെ കഷ്ടപ്പെടുത്താതെ അനിയന്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഒക്കെ നോക്കണം എന്നുണ്ടോ? ആഗ്രഹമുണ്ട്, നോക്കും, സ്വാഭാവികം. അതെ, അച്ഛൻ അത് തന്നെ ആയിരിക്കുമല്ലേ വിശ്വസിച്ചിട്ടുണ്ടാവുക. അച്ഛൻ ഇപ്പോഴും അതായിരിക്കും ഒരു ധൈര്യം ഉണ്ടാവുക എന്ന് തോന്നല്ലേ? ഇവിടെ വരുമ്പം എന്താ കിച്ചുവിന്റെ മൈൻഡിൽ, അതായത് കൊല്ലത്തുനിന്ന് വന്നിട്ട് 1-2 ദിവസമാണ് കിച്ചു മാക്സിമം ഈ വീട്ടിൽ നിൽക്കാറുള്ളത്. അപ്പം വന്ന് നിൽക്കുന്ന 2 ദിവസം എന്താ അച്ഛനെ പറ്റിയിട്ട് എന്താ കിച്ചു ഓർക്കാറുള്ളത്? അച്ഛനെ പറ്റി ഞാൻ ഇവിടെ വരുമ്പോ നേരെ ഋതപ്പന്റെ ഒപ്പായിരിക്കും. അതെ, അവന്റെ ഒപ്പം തന്നെ. അതെ, രണ്ടുപേര് പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകും, എല്ലാവരുമായിട്ട്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ? ഞാൻ വരുമ്പോ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ അങ്ങനല്ല. എനിക്ക് അല്ലെങ്കിലും അവനോട് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണ്. ഋതപ്പന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അച്ഛന്റെയും കൂടെ ഒരു കെയർ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അച്ഛനിങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെയൊക്കെയാ. ഓ, ആ ഓർമ്മ ഉണ്ടല്ലേ? ആ ഓർമ്മയിലാണ്. എനിക്ക് അങ്ങനെ ആയിരുന്നു, ആ ഒരു ഫീൽ ആയിരുന്നു. ഷൂട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ വരുമ്പോഴും അതുപോലെ ഇരിക്കട്ടെ. ഓ, അങ്ങനെ. ഋതപ്പൻ അതുകൊണ്ടായിരിക്കല്ലേ അത്ര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. മാക്സിമം ഋതപ്പനെ ഹാപ്പി ആയിട്ടിരിക്കണം, അച്ഛനില്ലാത്ത ഒരു വിഷമം അവനെ അറിയിക്കരുതെന്നുണ്ടല്ലേ? അവനെ കാണുമ്പോ ഞാനും ഹാപ്പിയാ, പിന്നെ അവനും ഹാപ്പിയാ. ആണ്. വളർന്ന് വലുതാവുമ്പോ ഋതപ്പനെ ഇതുപോലെ എന്താ പറയാ, നേരിട്ട് ഒരു ആഗ്രഹം ഇങ്ങനെ വിളിച്ചറിയിക്കുക ചേട്ടൻ്റെ അടുത്ത്, എന്തായിരിക്കും തോന്നുക ഫസ്റ്റ് ടൈം? അതായത് കിച്ചുവിനെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റും, കാരണം കിച്ചു അത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി, ഓക്കെ ആയി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഋതപ്പനാണെങ്കിൽ ഒരു അച്ഛനോട് ആവശ്യപ്പെടുന്നത് പോലെ ഒരു ഫസ്റ്റ് ഒരു കാര്യം അങ്ങോട്ട് ആവശ്യപ്പെടുക, എന്തായിരിക്കും തോന്നുക? നോക്കാടാ സന്തോഷാവോ? എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര സന്തോഷം. എനിക്ക് തന്നെ കേട്ട് ഭയങ്കര ഇതായിട്ടോ. അത് വെച്ചാൽ എന്താ പറയാ, 20 വയസ്സേ ഉള്ളൂ. ഞാൻ വരുമ്പം അച്ഛൻ വരുമ്പോ എനിക്ക് കിട്ടിയ ഫീല് അവനും കൊടുക്കണം എന്നുള്ള, എനിക്കത് കേട്ടപ്പോ അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രായത്തിലേ ചിന്തിച്ച് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് പക്വതയുണ്ട്, എന്നെക്കാൾ അത് അച്ഛന്റെ ആ ഒരു എന്താ പറയാ, അച്ഛന്റെ ചിന്താഗതിയൊക്കെയാണോ കിച്ചുവിന് കിട്ടിയേക്കുന്നത്? കുറച്ചൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഷോയിലൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കിച്ചുവിനെ കൊണ്ട് അച്ഛൻ അനുഭവിച്ച സ്ട്രഗിൾസിന്റെ കാര്യങ്ങളൊക്കെ. പലപ്പോഴും ഷോയ്ക്ക് പോകുമ്പോൾ, അപ്പൊ രേണു ചേച്ചീനെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പലപ്പോഴും ഷോയ്ക്ക് പോകുമ്പോൾ കിച്ചുവിനെ തോളിൽ കിടത്തിയിട്ട് ബാക്ക് സ്റ്റേജിൽ ഒരാളെ ചേട്ടനെ സുഹൃത്തായ ചേട്ടനെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ കിച്ചുവിന്? സ്വപ്നങ്ങളൊക്കെ പോലെ എന്തൊക്കെയോ ഒരു ഓർമ്മ പോലെയുണ്ട്. ആ ഒരു ടൈമിൽ അറിയുന്നുണ്ടായിരുന്നു, അത് അച്ഛൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു? അച്ഛൻ ബാക്കിയെല്ലാം ചിന്തിച്ചാലും ഓർമ്മയില്ല. അങ്ങനെ
അതായത് വളർന്നു വന്നപ്പോ കാര്യങ്ങൾ പിടികിട്ടി അച്ഛനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കിട്ടി. എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അച്ഛനോട്? അതായത് മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നതിന്റെ പേരില്? ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങള്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ പറയും. സത്യം ഞാൻ കേൾക്കാറുണ്ട് ഇവര് സംസാരിക്കുന്നത്. എന്താ പറയാറുള്ളത്? എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടത്? എന്തൊക്കെയോ ഇങ്ങനെ പറയാം, അവിടെ എത്തുന്നായിരുന്നു എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇരിക്കും. പഴയ ഓരോ കഥകളല്ലേ, അവിടെ പോയ കഥ, അവിടെ പോയ ഞാൻ ഓരോന്ന് കാണിക്കുന്നതൊക്കെ ഇവൻ കാണിക്കുന്ന, ഇവൻ പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ